ഞാൻ ഇന്നലെ നിസാമിനോട് ചോദിച്ചു, നിസാമെ ഞാൻ പോകുന്നതിനും എനിക്ക് സിനിമയൊന്ന് കാണാൻ പറ്റുമോ? ഇന്നലെ രാത്രി ഞങ്ങൾ ഈ സിനിമയൊന്ന് കണ്ടു. ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എലമെന്റിലേക്കൊക്കെ വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. മേ ബി പടത്തിന് ആവശ്യമുള്ള കാശ് ചെലവാക്കാൻ ഞങ്ങൾ മടി കാണിക്കത്തില്ല. ഇതുവരെ ചെയ്ത പടങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. People in Bombay and Hyderabad who are usually shocked at how accessible I am. ഇപ്പം അമ്മ സംഘടനയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ആശയപരമായിട്ടും അല്ലാതെയും സംഭവിച്ചു. ഇത് ഞാനെപ്പോൾ എവിടെ നടന്നു പോയാലും ആരോ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് പാട്ട് വിട്ട് സ്ലോ മോഷനിൽ റെക്കോർഡിങ്ങും ചെയ്ത് അത് ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാകും. ഈ രാജീവിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജീവൻ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിലും പലപ്പോഴും കാണില്ല എന്നുള്ളതാണ് രാജീവിന്റെ ക്വാളിറ്റി. അതുകൊണ്ടാണ് അയാളൊരു ഐ നോ ബഡി എന്ന സിനിമയ്ക്ക് പേരിട്ടത്. നമുക്കിടയിൽ രാജീവന്മാരുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു സംശയമില്ല, തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു 2 ഫ്ലാറ്റിനപ്പുറത്തുള്ള ഒരാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽക്കാരനാണെങ്കിലും നമുക്കവിടെ പരിചയമില്ല എന്നൊക്കെ അത്തരം ആൾക്കാരുണ്ടാവില്ലേ? അങ്ങനത്തെ ഒരാളാണ് രാജീവൻ, അങ്ങനത്തെ ഒരാളാണ് മീര. അവരുടെ ലൈഫ് അവർക്ക് ചുറ്റുമുള്ളതിനെ ഒന്നും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ ഒന്നും തന്നെ സ്വാധീനിക്കാത്ത ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ വളരെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ. അപ്പൊ രാജീവിനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് എന്റെ തൊട്ടടുത്ത് രാജീവൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. രാജീവിന്റെ ബ്രീഫും അത് തന്നെയാണ് ആക്ച്വലി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് യാത്ര പോകുന്നതുകൊണ്ടും മറ്റൊരു സംസ്ഥാനത്തിൽ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ടും ഞാൻ ഇന്നലെ നിസാമിനോട് ചോദിച്ചു, നിസാമെ ഞാൻ പോകുന്നതിനും എനിക്ക് സിനിമയൊന്ന് കാണാൻ പറ്റുമോ? ഇന്നലെ രാത്രി ഞങ്ങൾ ഈ സിനിമയൊന്ന് കണ്ടു. അപ്പോൾ മുകേഷ് സാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി സിനിമ കണ്ട് കുറച്ചധികം വൈകിട്ട് ഒരു പെർട്ടിക്കുലർ സാധനം നമ്മൾ ഇനി റിലീസിന് മുമ്പ് ഇതിന്റെ സിനിമയുടെ റിലീസ് ഭാഗമായിട്ട് ചെയ്യണോ, അപ്പൊ അത് ഇത്ര എക്സ്പെൻസീവ് ആകും എന്നൊക്കെ. ഇപ്പൊ ഇന്നലെ രാത്രിയും എന്നോട് ശ്രീ മുകേഷ് ആർ മേത്ത പറഞ്ഞത്, സർ വി വിൽ സ്പെൻഡ്, അത് പൈസ നമുക്ക് ചെലവാക്കാം, ഇറ്റ്സ് ഓക്കെ, പൈസ ചെലവാക്കാം, ഈ പൈസ ചെലവാക്കിയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കണ്ട, നമുക്ക് ഈ സിനിമയ്ക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, എന്നോട് പറഞ്ഞ വാക്കാട്ടോ, ഈ സിനിമയ്ക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്ന എല്ലാം നമുക്ക് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പ്രൈസ്ലെസ് ആണ് ആക്ച്വലി. അങ്ങനെ ഒരു പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രൈസ്ലെസ് ആണ്. ആൻഡ് ഐ ക്യാൻ സേ വിത്ത് ഫുൾ കോൺഫിഡൻസ്, ഇന്ന് വരെ ഒരു സിനിമ എടുക്കേണ്ട രീതിയിൽ ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാതൊരു കോംപ്രമൈസിലേക്ക് എത്തിപ്പോയാൽ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് അത് വേണ്ട എന്ന് പറയുന്നത് മുകേഷ് ആർ മേത്ത സാറും CV സാരഥിയുമായിരിക്കും. അതുള്ളിടത്തോളം കാലം അവരുമായിട്ട് ഞാൻ ഇനിയും സിനിമകൾ ചെയ്യും. ആൻഡ് ഇൻ ഓൾ ഓണസ്റ്റി, സിനിമകൾ വർക്കാകാതിരിക്കുന്നൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. ഞങ്ങൾക്ക് അങ്ങനെ ആർക്കും ഒരു കൃത്യം there's no way to analyze and understand ഈ സിനിമ ഓടില്ല. എല്ലാം ഇറ്റ്സ് അപ് ടു ദി ഓഡിയൻസ്. ദി ഐഡിയ ബിഹൈൻഡ് മേക്കിംഗ് സിനിമ ഇസ് ഒരു കഥ തിരഞ്ഞെടുത്ത് ആ സംവിധായകന്റെ വിഷൻ എന്താണോ ആ സംവിധായകൻ ആ വിഷൻ അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഐ എം അബ്സല്യൂട്ട്ലി പ്രിവിലേജ്ഡ് ടു ഹാവ് എ പാർട്ട്ണർ ലൈക്ക് E4 Entertainment. ഞങ്ങൾ ഇനിയും അടുത്ത സിനിമകളും ചെയ്യുന്നുണ്ട്. And I would actually love to work with Nisam and Sameer also again. അതിപ്പോൾ ഈ സിനിമയുടെ റിലീസിന് മുമ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റിസൾട്ട് എന്താണെങ്കിലും I would still love to work with Nisam and Sameer again. E4ഉമായിട്ടും ഈ സിനിമയുടെ റിസൾട്ട് എന്താണെങ്കിലും ഞങ്ങൾ സിനിമ ചെയ്യുന്നുണ്ട്. സോ there you go. ആക്ച്വലി ഞങ്ങൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എലമെന്റിലേക്കൊക്കെ വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. മേ ബി ഞങ്ങളുടെ കരിയറിൽ തന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബേസിക്കലി റോഷാക്ക് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. കാരണം ഒരു പ്രാന്തൻ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്താൽ അയാൾ എന്ത് ചെയ്താലും അത് കൺവിൻസിങ് ആയിട്ട് ചെയ്താൽ മതി. പക്ഷേ നോബഡി കുറച്ചുകൂടെ റിയൽ വേൾഡിലാണ്. മേ ബി മീഡിയ ഇതിന്റെ പാർട്ടാണ്, പൊളിറ്റീഷ്യൻസ് ഇതിന്റെ പാർട്ടാണ്, സിസ്റ്റം പവർ എല്ലാം ഇതിന്റെ പാർട്ടാണ്. അതായത് മേ ബി 2026 കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാകാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ റിസർച്ച് വേണ്ടി വരും, റിയൽ ആയിരിക്കണം, ടു മച്ച് സിനിമാറ്റിക് ആകരുത്. അപ്പോൾ അത് ബട്ട് സ്റ്റിൽ ഒരു ഇമോഷണൽ ട്രാവൽ മേ ബി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ അവരുടെ കൂടെ ഓഡിയൻസിന് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സറൗണ്ടിങ് വേൾഡ് കുറച്ചുകൂടെ റിയൽ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിനാണ് ട്രൈ ചെയ്തത്. കുറച്ചും കൂടി ഒരു റിയൽ സിനിമയാണ്, ബട്ട് സ്റ്റിൽ ഒരു ഇമോഷണൽ ട്രാവലും ഉണ്ട്. Many other industries, and I feel like there are people in Bombay and Hyderabad who are usually shocked at how accessible I am.
Yeah, they're like, what? We can, what? And then also there is this other thing where, let's say I listen to a story and I may not completely agree with it for some one or the other reason. In that meeting, I'll be like, hey, you know what? You should call this other actress. I know that she's not working these months. Maybe she's a good. And they're like, wait, are you really passing on an opportunity? I'm like, like, this is, we are supposed to be making films together. And what I can't do, somebody else can do really amazingly. And that's probably what she or he might be really looking forward to do. I think there is a lot that we can. I think recently one of the best decisions that was made from the Producers Association was the time cap that came in. And it was actually in the middle of a production for us. So yes, our charting went, like we had to sit with our charting person and like help him breathe. Like, it's okay, I know we'll lose some money, but it's eventually for the better. I think we are getting there in our own way. I think ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എത്രത്തോളം നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യാൻ ഇവിടെ അത് നിലനിൽക്കാൻ സാധ്യതയില്ല. ദാറ്റ്സ് നോട്ട് അവർ നേച്ചർ, ഇറ്റ്സ് നോട്ട് അവർ ക്യാരക്ടർ, ഹൗ വി കൊളാബറേറ്റ്. But like Prithvi said, if there can be a sort of synergy when they come in and there is a structure that kind of can come together without taking away the soul of the way we work. See, one of the things that I talk a lot about when I go outside is how we make films in smaller budgets. I'm not saying we don't want money. We want money. We would love to have more. We want to expand the markets as well. But there is something to be told about how Malayalam cinema uses every single paisa, every single penny, and we break even to profit with that. And I want to say there is hardly any wastage. So I'm very proud whenever I go to these bigger productions available aittulla, bigger money available aittulla markets, and I see that an entourage fee is what we make a movie with. I feel very proud that I come from here, and it makes me very confident that, yeah, you give me that money, I'm sure that we can make a decent film, if not one of the best grossers at the box office. So yeah, thanks. ഇപ്പം അമ്മ സംഘടനയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ആശയപരമായിട്ടും അല്ലാതെയും സംഭവിച്ചു. അതിന് സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് രമ്യമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നതിന്റെ പ്രതിഷേധാർത്ഥം കുറച്ച് അംഗങ്ങൾ അവരുടെ അംഗത്വവും സ്ഥാനങ്ങളും രാജിവെച്ചു. അത് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംഘടനയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു പരിഹാരത്തിന് സാധ്യതയുണ്ടോ എന്ന് ചർച്ച ചെയ്ത്, ഇല്ല എന്ന് അഭിപ്രായപ്പെട്ട കുറച്ച് ആൾക്കാർ സംഘടനയിൽ നിന്ന് രാജിവെച്ചു പോയി. കുറച്ച് ആൾക്കാർ അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം എന്നതിന്റെ ഭാഗമായിട്ട് ഒരു താൽക്കാലിക ആഡ്ഹോക് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്തു. വാട്ട് എൽസ് ഇസ് പോസിബിൾ? അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താനും അംഗങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ ഉത്തരം കണ്ടെത്താനും സാധിക്കട്ടെ എന്നൊരു സിനിമാ പ്രവർത്തകനും ആ സംഘടനയുടെ ഒരു അംഗം എന്ന നിലയിലും ഞാനും ആഗ്രഹിക്കുന്നു. അത്രയും നമുക്ക് പറയാൻ പറ്റൂ. പടത്തിന് ആവശ്യമുള്ള കാശ് ചെലവാക്കാൻ ഞങ്ങൾ മടി കാണിക്കത്തില്ല. ഇതുവരെ ചെയ്ത പടങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കേരളയിലെ പുതിയ പുതിയ ജോണർ, ഈ ഐ നോബഡി എന്ന് പറയുന്നത് ഇത് ടോട്ടലി ഞങ്ങൾ ചെയ്യാത്ത ജോണറാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ആൾക്കാർ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ഫാമിലി ഡ്രാമ. ഇപ്പോഴത്തെ ഒരു ഫാമിലി ഡ്രാമയിൽ ഇത്ര ഫൈറ്റ്സ് വേണോ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരെ കുറ്റം പറയത്തില്ല. കാരണം എൻ്റെ അറിവില് അത്ര ഫൈറ്റ്സ് ഉണ്ട് പടത്തില്. സത്യത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു ഗ്ലിംസും കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് ഇറങ്ങിയ ഒരു ഗ്ലിംസും പിന്നെ 1-2 പോസ്റ്റേഴ്സ് മാത്രമേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറക്കിയിട്ടുള്ളൂ. ഇത് ഞാനെപ്പോൾ എവിടെ നടന്നു പോയാലും ആരോ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് പാട്ട് വിട്ട് സ്ലോ മോഷനിൽ റെക്കോർഡിങ്ങും ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാകും. അതിനെക്കുറിച്ചൊരു ആ സിനിമയെക്കുറിച്ച് വീണ്ടും ഒരു വർത്തമാനം ഉണ്ടാവും. ഞങ്ങൾ ഉദ്ദേശിച്ചല്ലത്. ദാറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതൊന്നും അല്ല. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. സോ റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് അതിന് ഒരു കൺട്രോളും ഇല്ലല്ലോ ആ പടത്തിൽ. ലൈക്ക് വി ആർ റിയലി അൺഎബിൾ ടു കൺട്രോൾ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. സോ അതിനൊരു കൃത്യമായൊരു പ്രോസസ്സോ ഉത്തരമോ ഒരു ഇക്വേഷനോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. I hope marketing becomes more structured, it becomes more scientific, and it becomes even more
മെയിൻ സ്ട്രീം സ്കിൽ സെറ്റ്. കാറ്റലിസ്റ്റിന്റെ വിവേക് അവിടെ നിൽക്കുന്നുണ്ട്. വിവേക് വിൽ ടെൽ യു, ഞാൻ ഇപ്പോഴാണല്ലോ ആൾക്കാർ പറയാം പൃഥ്വിരാജ് ഇങ്ങനെ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴൊന്നും, ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ വിവേകമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ഹൗ സിനിമ നീഡ്സ് ടു ബി മാർക്കറ്റഡ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്, വൈ ഇസ് ഇറ്റ് നെസസറി എന്നൊക്കെ ഞാൻ ഇതുപോലെ സിനിമ റിലീസ് സംബന്ധിച്ച് പ്രസ് മീറ്റുകളും ഒക്കെ നടക്കുന്നതിന് മുമ്പൊരു കാലമുണ്ടല്ലോ, അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ നൗ വി ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്. So there is still a long way to go to actually get it right.